ഹായ് യോൾ, ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്. ആക്ച്വലി ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ എടുത്തു വെച്ച് ഒന്ന് രണ്ട് ക്ലിപ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ചെറിയൊരു ഷോർട്ട് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് റിച്ച് ഇൻ ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയത്. എന്ത് എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ദാറ്റ് ഇസ് FYUGPയുടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. നിങ്ങളിൽ പലരും വിചാരിക്കും ഞാനൊരു നീറ്റ് റിപ്പീറ്റർ ആണ്, പിന്നെ എന്തിനാണ് ഞാൻ ഈ കോഴ്സിന്റെ എക്സാം എഴുതുന്നതെന്ന്. ആക്ച്വലി നീറ്റ് 2025 എത്രത്തോളം ടഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് നീറ്റ് ആസ്പിറൻസിന് എന്തായാലും ഒരു ഷുവർ ഐഡിയ കാണും, പക്ഷെ ബാക്കിയുള്ളവർക്ക് മേ ബി അറിയാതിരിക്കാം. എന്നിരുന്നാലും ഞാൻ അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞിട്ട് ഇത്രത്തോളം ടഫായിരിക്കും, ലൈക്ക് എങ്ങനെയായിരിക്കും എൻ്റെ ഫ്യൂച്ചറിൽ നിന്നും ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഞാനത് എന്ത് ചെയ്തിട്ടത്, ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടത്. അപ്പം തന്നെ ഇതിനൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. എന്താണ് നമ്മൾ നീറ്റിന് പഠിച്ചതുപോലെയൊക്കെ തന്നെ ബയോളജിയാണ്. പിന്നെ ഞാൻ വേറൊരു സബ്ജക്റ്റിനും, അതായത് സൈക്കോളജിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റും ഓൾറെഡി പഠിച്ചതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എക്സ്ട്രാ ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കേണ്ടല്ല, പിന്നെ ജസ്റ്റ് പോയി എഴുതിയേക്കാന്ന് വെച്ച് എഴുതിയൊരു എക്സാം ആണ് ഇത്. വന്നിട്ട് കോളേജ് വന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള കാര്യവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഒരു കോളേജ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നല്ല കോളേജാണ്. പിന്നെന്താണ്, എക്സാം ഒക്കെ ഒന്ന് എഴുതാം എന്ന് വെച്ചിട്ട് ഞാനും ആക്ച്വലി ഒരു എക്സാംസ് ഒക്കെ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് പോയി എഴുതാം എന്ന് വെച്ചിട്ട് പോയി എഴുതിയതാണ്. പിന്നെ ഞാൻ അപ്പോൾ വിചാരിച്ചു കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തേക്കാന്ന്. ബേസിക്കലി ഇത് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ കുറേയൊക്കെ തപ്പി നോക്കിയിരുന്നു എനിക്ക് ഇതുപോലത്തെ വീഡിയോസും എല്ലാം കിട്ടുമെന്നുള്ളത്. കാര്യം ഈ വർഷം തൊട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ എൻട്രൻസ് എക്സാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എങ്ങനെയായിരിക്കും, എത്രത്തോളം ടഫ് ഉണ്ടാവും, എന്ത് മോഡലായിരിക്കും എന്നൊക്കെ. അപ്പം ഞാൻ അതിനൊരു ബ്രീഫ് ഐഡിയ തരാം. 1 മണിക്കൂറത്തെ എക്സാം ആണ്. 40 ക്വസ്റ്റ്യൻസും കാണും. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ട്. സോ 160 മാർക്സിനായിരിക്കും ടോട്ടൽ. പിന്നെ ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ആക്ച്വലി വന്നിരുന്നത് ബയോളജിക്കും സൈക്കോളജിക്കും 2 hours ഈച്ച് ആണ്. ഡിഫറെൻറ്റ് ടൈമിങ്ങിലൊക്കെയാണ് നമുക്ക് അവർ തന്നെ ടൈം ടേബിൾ തരും. ഈ എക്സാം നടന്നത് June 8 സൺഡേ അറ്റ് ട്രിവാൻഡ്രം തന്നെയാണ്. പിന്നെ എക്സാമിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ എക്സാം വാസ് ആക്ച്വലി വെരി ഈസി. ബയോളജിക്കൊക്കെ ഞാൻ വെറും 10 minutes മാത്രമേ എക്സാം എഴുതിയുള്ളൂ. അതിനുള്ളിൽ തന്നെ എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ 3 ക്വസ്റ്റ്യൻസ് മാത്രം ഔട്ട് ഓഫ് NCERT വന്നു. ലിവിങ് ദാറ്റ് ബാക്കി 37 ക്വസ്റ്റ്യൻസും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, അത് ശരിയുമാക്കി. സോ ബയോളജി വാസ് വെരി ഈസി ഫോർ മീ. പിന്നെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ഹയർ സെക്കൻഡറി പഠിച്ച അതേ സിലബസ് തന്നെയാണ്. +1 +2 എന്താണോ പഠിച്ചത് അത് തന്നെയാണ് സിലബസും. പിന്നെ വരുന്നത് സൈക്കോളജി. ഞാൻ സൈക്കോളജി എഴുതിയിരുന്നു. രണ്ടും 1 hour ഈച്ച് തന്നെയാണ്. സോ സൈക്കോളജിയിലും സെയിം +1 +2 പഠിച്ച അതേ സിലബസ് തന്നെയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 year ബ്രേക്ക് തന്നുകൊണ്ട് സൈക്കോളജി സിലബസ് ആയിട്ടുള്ള ടച്ച് ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഞാൻ തലേദിവസം ഇരുന്ന് തന്നെയാണ് ഫുൾ ചാപ്റ്റേഴ്സും പഠിച്ചു തീർത്തത്. ഫുള്ളെന്ന് പറയാനായിട്ട് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ദാറ്റ് ഇസ് +1 ടോപ്പിക്സ് ആയിരുന്നു ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കാര്യം +1 വളരെ ഈസി ആയിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ചോദിച്ചത് +2 ടോപ്പിക്സിൽ നിന്നായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് +2 നിന്നായിരുന്നു. പക്ഷെ ഞാൻ +2 അത് ഞാൻ കാറിയിരുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ കുറേയൊക്കെ ഞാൻ കവറപ്പ് ചെയ്തു. മേജർ ടോപ്പിക്സ് ലൈക്ക് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ, പിന്നെ ഐഡന്റിറ്റി, സെൽഫ്, ആ ഒരു പാർട്ടിൽ നിന്നായിരുന്നു. ആൻഡ് ഇന്റലിജൻസ്, ഈ ടോപ്പിക്സിൽ നിന്നൊക്കെയായിരുന്നു മേജർ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ബൈ.